ഹേ ഓൾ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരട്ടെ. ആക്ച്വലി പുതിയ മൈക്കൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര രസമായിട്ട് എന്താ പറയുക ഇൻട്രൊഡക്ഷനൊക്കെ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി. പിന്നെ ലാസ്റ്റാണ് വീഡിയോ എടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഓഡിയോ കേൾക്കുന്നില്ല എന്നുള്ളത്. ബിക്കോസ് ഞാൻ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാനൊരു കുഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മോർണിംഗ് ചെറുതായിട്ട് വിപിനായിട്ടൊന്ന് വഴക്കുണ്ടാക്കി. സോ അതിനുശേഷം പുള്ളി ഓഫീസിൽ പോയി. അപ്പോൾ തിരിച്ചു വരുമ്പം ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സർപ്രൈസ് ആക്കാമെന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ. അപ്പം സവോളയും തക്കാളി, മല്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബിരിയാണി മസാല, ബാക്കി മസാലകളെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചു. ബിക്കോസ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ എടുത്തു വെക്കും, അല്ലെങ്കിൽ ഫുള്ള് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ടാണ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്താണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരുപാടായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ മസാലകളൊക്കെ എടുത്ത് തരുമായിരുന്നു. റോ മസാലാസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബിരിയാണിക്ക്. സോ മസാലയൊക്കെ എടുത്തു, നെയ്യൊക്കെ ഒഴിച്ചു. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ സംസാരിച്ച് ഓരോരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മൈക്ക് ഓണാക്കാൻ മറന്നതാണോ അതോ ഇനി ഞാൻ സെറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഞാൻ അത്രയും എൻ്റെ ഒരു എന്താ പറയുക ചുമ്മാ ഇരുന്ന് സംസാരിച്ചത് ഫുള്ള് കളയേണ്ട വന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും സൂം ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. ബിക്കോസ് ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്ന കാര്യങ്ങൾ ചേർത്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പോൾ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ്. പിന്നെ ആസ് യൂഷ്വൽ മസാല ഉണ്ടാക്കും, കുക്കറിൽ റൈസ് പ്രത്യേകം ഉണ്ടാക്കും. ഞാനും മമ്മിയും വിപിനും മാത്രമാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ബിക്കോസ് അച്ഛൻ ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് അച്ഛന് ബിരിയാണി കഴിക്കേണ്ട, അച്ഛന് ഇഷ്ടമല്ല. സോ ഫിഷിൻ്റെ ബിരിയാണി ആണെങ്കിൽ ഹി വിൽ ട്രൈ. ബട്ട് ഇതിപ്പോൾ ചിക്കൻ്റെ ബിരിയാണിയാണ്. എനിക്ക് എപ്പോഴും ഈ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയൊക്കെയാണ് ഇഷ്ടം. ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മസാല കൂടുതലുള്ള ബിരിയാണിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചതും, ദാറ്റ് മീൻസ് ആഫ്റ്റർ മാരേജ് കുക്ക് ചെയ്യാൻ പഠിച്ചതും ഈ ബിരിയാണി ഉണ്ടാക്കലുമൊക്കെ. ബിക്കോസ് എൻ്റെ വീട്ടിൽ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ബിരിയാണി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. നമ്മുടെ ചോറും കറികളും ഒക്കെ അമ്മ ആ കാര്യങ്ങളിലൊക്കെ പ്രോയാണ്. നമ്മുടെ അവിടെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴും ഇങ്ങനെ നമ്മുടെ അവിടെ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോഴുമാണ് ഞാൻ നമുക്ക് ഈ ബിരിയാണി കഴിക്കുന്നത്. അല്ലാതെ വാങ്ങി ബിരിയാണി കഴിക്കലും വളരെ കുറവായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ വന്നതിന് ശേഷം അതിപ്പോൾ ഒരു എന്താ പറയുക വീക്ക്ലി വൺസ് എന്നുള്ളൊരു സ്റ്റൈലിലുള്ള ഫുഡൊക്കെ ആയി മാറി. പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തെക്കുറിച്ചായിരുന്നു കേട്ടോ പറയുന്നത്. നമുക്ക് ഈ അരിയൊക്കെ കഴുകാൻ വേണ്ടി വളരെ നല്ലതാണ്. എൻ്റെ ഒരു കസിൻ ഇവിടുന്ന് മാറിപ്പോയപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. അവൾ ആക്ച്വലി കളയാൻ വെച്ചതാണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു പാത്രമായതുകൊണ്ട് ഞാൻ എടുത്തു. ബട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ട്, എങ്കിൽ കൂടി വാങ്ങാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ വാർന്ന് നമുക്ക് ഗീ റൈസിന് നല്ലപോലെ ഗീയിലിട്ട അരി നന്നായി ഇളക്കി നല്ല ആ ഒരു വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പാത്രം നല്ലതാണ്. ഒരുവിധം വെള്ളം വാർന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഗീ റൈസ് ജസ്റ്റ് ഒന്നുമില്ല, ഞാനൊരു 2 കപ്സ് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 4 കപ്സ് വാട്ടറിൽ നമ്മുടെ നെയ്യിൽ മസാല, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും നാരങ്ങ നീരും നെയ്യും എല്ലാം കൂടെ ഇട്ട് അതിനനുസരിച്ചുള്ള വെള്ളവും വെച്ചിട്ട് റൈസ് ഉണ്ടാക്കി വെക്കും. ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്, ബിക്കോസ് ആ ഒരു കളർ ആൻഡ് സ്പൈസ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മുടെ മസാലയിലിടുക. ബിക്കോസ് എനിക്ക് ഭയങ്കര ആ ഒരു ഓടുകൂടി നല്ലൊരു മസാലയ്ക്ക് വേറൊരു ബ്രൗൺ കളറൊക്കെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയാണ് എൻ്റെ ഒരു ബിരിയാണി വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 2 മന്ത്സോളം ആയി ബിരിയാണി കഴിച്ചിട്ടും. ആഫ്റ്റർ ഡെലിവറി അമ്മയുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ബിരിയാണി കുക്കിംഗ് വളരെ കുറവാണ്. നമ്മൾ ചോറും കറികളും ആണ് അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ട് മോർ പ്രിഫറബിൾ. സോ അതുകൊണ്ട് ബിരിയാണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങലാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പക്ഷേ
വോയിസ് ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം പോയി. നമ്മുടെ ക്യാമറാമാൻ എത്തിയത് പ്രമാണിച്ച് ഞാൻ എൻ്റെ എന്താ പറയുക ഷോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈഡ് ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. അന്നേരത്തെ ഒരു ഇതിൽ ഞാൻ ഇതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ചിക്കൻ ഫ്രൈ എപ്പോഴും വേണം ഇങ്ങനെ എന്താ പറയുക ബിരിയാണിയുടെ കൂടെ. അപ്പം ഞാൻ പ്രത്യേകം ചിക്കനൊന്നും വാങ്ങിയില്ല അതിന് വേണ്ടി. ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ. അപ്പോൾ എനിക്ക് ബോൺലെസ് ചിക്കനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ സ്മോൾ പീസസ് ആക്കിയിട്ട് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, ദമ്മിടണം. ആ ദമ്മിടുന്നത് വിപിനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ദമ്മിടാൻ പോവാൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് നെയ്യ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ നന്നായി തുടച്ചു. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുറച്ച് കരിഞ്ഞു പോയ ഉള്ളി ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ ലെയറേ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ചിക്കൻ ദെൻ റൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ അപ്പം ഞാൻ എടുത്തു വെച്ച റൈസ് കാണാൻ പറ്റുന്നുണ്ടോ? റൈസ് അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഈ റൈസ് വെന്തു കേട്ടോ. ആക്ച്വലി റൈസ് കുറവാ, മസാല കൂടുതലുവാ. കുഴപ്പമില്ല, മസാല കൂടുതലാകുമ്പോൾ നാളെ കുറച്ച് റൈസും കൂടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നാളത്തെ ലഞ്ച് സെറ്റുമസാ. അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് എൻ്റെ മകനാണ്. എന്തോ ബിരിയാണി ഉണ്ടാക്കുന്ന കാണണം ആയിരിക്കും. ഇന്ന് ഞാൻ അവനെയും കൊണ്ട് എൻ്റെ ബിരിയാണി തീറ്റിപ്പിക്കും. അപ്പം നമ്മളിപ്പോൾ 1 വയസ്സൊക്കെ ആയല്ലോ. അപ്പോൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ ഉണ്ടായതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു പിള്ളേരുടെ ടാൻഡ്രംസ്. അപ്പം എൻ്റെ ഒരു തോന്നലായിരുന്നു കേട്ടോ റൈസ് കുറവാന്നുള്ളത്. അത്യാവശ്യം നല്ല റൈസ് ഉണ്ട്. കുറച്ച് നേരം ദമ്മിട്ടാലും മതി. ബിക്കോസ് നല്ല രീതിയിൽ വെന്തു. ഈ റൈസ് ലുലു വാങ്ങിയതാ. ഈ റൈസ് ഏതായിരുന്നു ബേബി? ബസ്മതി അല്ല, മറ്റേ റൈസിന്റെ പേരെന്താ? കൈമ റൈസ്. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് ബസ്മതി റൈസിലാണ്. പക്ഷെ വിപിന് അത് ഇഷ്ടമല്ല, കൈമ റൈസാ പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടമാണ് ഞാൻ എല്ലാം നോക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഐ മീൻ ലൈക്ക് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കും, പക്ഷെ ഫുഡിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കും. ഞാനല്ലാണ്ട് അയ്യോ എനിക്ക് കഴിക്കുന്ന ആൾക്കാരെ നോക്കും, പക്ഷെ ഞാൻ എൻ്റെതും കൂടെ മെയിനായിട്ട് നോക്കും. അപ്പം നമുക്കിതെല്ലാം ദം ചെയ്തിട്ട് വരാം. അടുത്തൊരു ഷോട്ടുണ്ട് ബിബി. പക്ഷെ ഒരു ഞാൻ കുറച്ച് പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഈ പൈനാപ്പിൾ ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് രണ്ടാക്കും. ബിബിന് നല്ല ഇഷ്ടമാണ് നമ്മുടെ ബിരിയാണിയിലെ പൈനാപ്പിൾ, എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മൾ കുറച്ച് പൈനാപ്പിൾ എടുത്തു. മുട്ട പുഴുങ്ങാനിടണം. യെസ് താങ്ക് യു. നമ്മുടെ നാട്ടിലൊക്കെ മുട്ട കിട്ടും കേട്ടോ ബിരിയാണിക്കുള്ളിൽ. മുട്ട, പപ്പടം, പിന്നെ എന്താ കിട്ടുക? അച്ഛാ നമുക്ക് പപ്പടം പോയി വാങ്ങണം. കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്തട്ടോ. കാരണം എനിക്ക് അതിനിടയ്ക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ബിക്കോസ് എനിക്കെന്തോ കുറേ ലാഗ് ചെയ്യുന്ന പോലെ. അപ്പം ഞാൻ എന്താ ഈ ഫോയിൽ പേപ്പർ വെച്ചു. ദെൻ ഇതിങ്ങനെ അടച്ചു. പണ്ട് ആക്ച്വലി ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പം ഫോയിൽ പേപ്പർ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടിഷ്യൂ എടുത്തിട്ട് ഈ അടപ്പിൻ്റെ ഈ ഹോളിൽ കുത്തി കയറ്റി വെച്ചു. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കുക്കിംഗ് പരീക്ഷണങ്ങൾ ചെയ്ത് ഈ ഒരു നിലയിലെത്തിയത്. അപ്പം നമ്മൾ ബിരിയാണിക്ക് ദമ്മൊക്കെ ഇട്ടപ്പോഴാണ് നമുക്ക് പപ്പടം ഇല്ലെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ വിപിനെയും വിളിച്ച് തനുവിനെയും കൂട്ടി പപ്പടം വാങ്ങാൻ പോവാട്ടോ. പപ്പടം വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് പപ്പടത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ ദം പൊട്ടിക്കുന്നത് അമ്മയാണ്. അമ്മ ഒന്ന് തുറന്ന്. കേട്ടുണ്ടോ? മണമുണ്ട്, അടിപൊളി മണമാണെന്ന്. സോ നമുക്ക് കഴിക്കാം. പക്ഷെ ഞാനല്ല കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്, എനിക്കിത് വിളമ്പാൻ അറിയില്ല. സോ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത വിപിനെയും കൊണ്ട് ഞാൻ വിളമ്പിക്കും. വരും.
ഇതാണ് ഈ മല്ലിയില ഞാൻ ഇപ്പം ഇട്ടതാട്ടോ. ഞാൻ ഫ്രണ്ട് മുകളിൽ മല്ലിയില ഇടാൻ മറന്നു, താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മയും കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി ഫ്ലേവർ, അമ്മ കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒത്തിരി ഫ്ലേവർ ഇഷ്ടമല്ല മല്ലിയിലയുടെ. സോ അതുകൊണ്ട് നമ്മൾ ഈ പൈനാപ്പിൾ ഒരു അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ. അപ്പോൾ വാ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഫൈനൽ ബിരിയാണി ഔട്ട്പുട്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് വിപിന് മാത്രമേ അറിയുള്ളൂ. എനിക്കിങ്ങനെ ഡെക്കോർ ചെയ്ത് നല്ല വൃത്തിക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല. അപ്പം ഞാൻ കഴിക്കാൻ പോട്ടെ. ദിസ് ഇസ് മൈ പ്ലേറ്റ്. അമ്മയുടെ വക സൂപ്പറാണ്. ഇനി വിപിൻ്റെയും കൂടെ ചോദിക്കണം. ബട്ട് ഓക്കെ ഫൈൻ. സൂപ്പർ. ആക്ച്വലി ഗുഡാ. പക്ഷെ ഒരു പ്രശ്നം തോന്നിയത് ആ പൈനാപ്പിൾ അത്ര ഫ്രഷ് അല്ല. അതിൻ്റെ ഒരു ഇതുപോലെ തോന്നി. അല്ലാതെ അടിപൊളി. കൊള്ളാം കേട്ടോ. ഹായ്. ബിരിയാണി എങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ ആക്ച്വലി ഞങ്ങളുടെ പ്ലേറ്റ്. ഈ പ്ലേറ്റിലാണ് നമ്മൾ കഴിക്കുക. അടിപൊളി. അപ്പം നമ്മളെല്ലാവരും കഴിക്കുകയാണ്. അത് അച്ഛന് ബിരിയാണി ഇല്ല, ഇടിയപ്പം ആൻഡ് ഗ്രീൻ പീസ് കറി. അമ്മ സൂപ്പർ. അത്രേ ഉള്ളൂ, ഞാൻ കഴിക്കാൻ പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.